കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ എസ്ഐ അടക്കം 4 പേരെ സസ്പെൻഡ് ചെയ്ത് ആഭ്യന്തര വകുപ്പ്. പോലീസുകാരെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുനരന്വേഷണവും ഒക്കെ നടക്കാനിരിക്കുകയാണ്. എന്തൊക്കെയാകും ആ അന്വേഷണത്തിൽ പുറത്തുവരിക? കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും. വാർത്തകൾ അറിയാം. ആദ്യം ടോപ് 10 തലക്കെട്ടുകൾ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. എസ്ഐ നുഹ്മാൻ, സിപിഒമാരായ ശശിധരൻ, കെ.ജെ. സജീവൻ, എസ്. സന്ദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ. വകുപ്പുതല പുനരന്വേഷണത്തിനും ഉത്തരവ്. എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് IG. നടപടിയിൽ സംതൃപ്തിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത്. പോലീസ് ഡ്രൈവർ ഉൾപ്പെടെ 5 ക്രിമിനലുകളെയും പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. ഒടുവിൽ ട്രംപ് അയയുന്നു. ഇന്ത്യ ചൈനയുടെ പക്ഷത്തെന്ന നിലപാട് മയപ്പെടുത്തി ട്രംപ്. ഇന്ത്യയുമായുള്ളത് പ്രത്യേക ബന്ധമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് മോദി. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് 1 മരണം കൂടി. മരിച്ചത് സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷ്. 1 മാസത്തിനിടെ അമീബിക് ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. 11 പേർ ചികിത്സയിൽ. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് സർക്കാർ. നീക്കം അന്വേഷണ സംഘത്തലവൻ MJ സോജനെ വിജിലൻസിലേക്ക് മാറ്റിയതിനു പിന്നാലെ. കേസന്വേഷണം കുത്തഴിഞ്ഞ നിലയിലെന്ന് വിമർശനം. ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്ന് സർക്കാർ നിർദ്ദേശം. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടുകൾ നിർമ്മിക്കാനാകാതെ ഇടുക്കിയിലെ ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 301 ഉന്നതിക്ക് സമീപം കഴിയുന്ന കുടുംബങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC ലഭിച്ചില്ല. വർഷങ്ങളായി കഴിയുന്നത് യാത്രാ സൗകര്യമില്ലാത്ത സ്ഥലത്ത്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വെള്ളാപ്പള്ളി നടേശനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയെ വിവാദ ഭൂമിയാക്കരുതെന്നും ഭക്തർക്കെതിരായ കേസ് പിൻവലിക്കണമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. അയ്യപ്പ സംഗമത്തിൽ NSS ജനറൽ സെക്രട്ടറിക്ക് പകരം പ്രതിനിധി പങ്കെടുക്കും. സ്വർണ്ണവില കുതിക്കുന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 79,000 രൂപ കടന്നു. ഗ്രാമിന് വില 10,000-നടുത്ത്. US ഓപ്പൺ വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ അരീന സബലങ്കയും അനസിമോവയും ഏറ്റുമുട്ടും. മത്സരം രാത്രി 1:30 മുതൽ. പുരുഷ ഫൈനലിൽ അൽക്കാരസ് സിന്നർ പോരാട്ടം നാളെ. കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനൽ നാളെ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. നേരിട്ടെത്തി വിലയിരുത്താൻ പ്രധാനമന്ത്രി. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുന്നു. ഹിമാചൽ പ്രദേശിലെ അഖാര ബസാറിൽ മണ്ണിടിച്ചിൽ. 3 മരണം. കാണാതായവർക്കായി തെരച്ചിൽ തുടരും. സ്റ്റോറി ഓഫ് ദ ഡേ. അവരുടെ ഓണവും വിഭവസമൃദ്ധം. തൃശൂർ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, KJ സജീവൻ, S. സന്ദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ. വകുപ്പുതല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഒരിക്കൽ വകുപ്പുതല നടപടി നേരിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും നടപടിയെന്ന അപൂർവതയ്ക്കാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസ് വഴിവെച്ചിരിക്കുന്നത്. 2 വർഷങ്ങൾക്കു ശേഷം ക്രൂരമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസും ആഭ്യന്തര വകുപ്പും കടുത്ത പ്രതിരോധത്തിലാകുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഇൻക്രിമെന്റ് റദ്ദാക്കിയ നടപടിക്കപ്പുറം മറ്റൊന്നും വകുപ്പുതലത്തിൽ ഉണ്ടായിരുന്നില്ല. ദൃശ്യങ്ങൾ പുറത്തുവന്ന ശേഷം വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുകയും കേരളം കണ്ടിട്ടില്ലാത്ത വിധം പ്രക്ഷോഭമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ പ്രതിക്കൂട്ടിലായ പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതരായി. നിലവിലെ ശിക്ഷാ നടപടി പുനഃപരിശോധിക്കണമെന്നും കുറ്റക്കാരെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ
ഉത്തരമേഖല IG രാജ്പാൽ മീണയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ശരിവെച്ചാണ് 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, KJ സജീവൻ, S സന്ദീപ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പുതല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. എല്ലാ രേഖകളും ഹാജരാക്കണമെന്നും IG നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായ 5ാമത്തെ പോലീസുകാരൻ ഷുഹൈർ ഇപ്പോൾ തദ്ദേശ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ വകുപ്പുതല നടപടിയില്ലാത്തതിനാൽ നിയമ നടപടി തുടരും. 2023 ഏപ്രിൽ 5-നായിരുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടപടിയിൽ സംതൃപ്തിയില്ലെന്ന് കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത്. ഡ്രൈവർക്കെതിരെ നടപടി വേണം, 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. പോലീസ് സ്റ്റേഷനിൽ ക്യാമറ നിർബന്ധമാക്കുന്ന സുപ്രീംകോടതി വിധിയിൽ കക്ഷി ചേരുമെന്നും സുജിത്ത് പറഞ്ഞു. അതിൽ ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേരെ കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു 20 മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ SI ആയിരുന്നിട്ടുള്ള നുഹ്മാൻ സാറാണ് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട്. ശശിധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, നീ സ്റ്റേഷനിലേക്ക് വായോ, നിനക്കുള്ളത് തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് പോരുന്നത്. പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും CCTV ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്ന് രമേശ് ചെന്നിത്തല. 5ാമത്തെ ഉദ്യോഗസ്ഥനെ കൂടി കേസിൽ ഉൾപ്പെടുത്താനുള്ള നിയമ നടപടി സ്വീകരിക്കും. ശശിധരൻ മർദ്ദിച്ചത് സ്റ്റേഷന്റെ മുകളിൽ വെച്ചാണ്. അവിടെ CCTV ഉണ്ടായിരുന്നില്ല. പിണറായിയുടെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്തെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ കേസിൽ കക്ഷി ചേരണം. അതിന് പൂർണ്ണമായ പിന്തുണയും സഹകരണവും അതിന് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. കേരളത്തിലെ ഗവൺമെൻറ് പോലീസ് നയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുജിത്ത് എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ വികലമായ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത്. അതുകൊണ്ട് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ തൃശൂർ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പ്രതിഷേധം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് വീടിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിലവിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ശശിധരൻ ജോലി ചെയ്തിരുന്നത്. കുറ്റാരോപിതനായ നുഹ്മാൻ, സജീവൻ, സന്ദീപ് എന്നിവരും തൃശൂർ സിറ്റി പോലീസിന് കീഴിലെ വിവിധ സ്റ്റേഷനുകളിലാണ് ജോലി ചെയ്തിരുന്നത്. തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തൃശൂരിലെ കസ്റ്റഡി മർദ്ദനത്തിൽ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ. കേരള പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന കാലത്തോളം ഇത്തരം സംഭവങ്ങൾ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമലയിൽ ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്ന മുൻ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളതെന്ന് V മുരളീധരൻ ചോദിച്ചു. പിണറായി സർക്കാരിൻ്റെ ആദ്യ സർക്കാരിൽ 11 കസ്റ്റഡി മരണങ്ങളും ഈ സർക്കാരിൽ 7 കസ്റ്റഡി മരണങ്ങളും നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പുതുമയില്ല. കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത്? അതോ ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സമീപനത്തിലേക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയോ? കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുക എന്നതാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ചാണ്ടി ഉമ്മൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരം പോലീസുകാർ ക്രിമിനലുകളാണെന്നും ഇവർ സർവീസിൽ തുടരുന്നത് സേനയ്ക്ക് നാണക്കേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഗവൺമെൻറ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ പുറത്താക്കുകയാണ്. ഇതുവരെ പുറത്താക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലൊട്ടൊക്കെ പോലീസ് നടത്തുമ്പോൾ പോലീസ് മന്ത്രി, പ്രിയങ്കനായ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഒരു നടപടിയുമില്ല. ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുഖമുദ്രയാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടത് ശരിയായില്ല എന്ന് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ. ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നും K. സുധാകരൻ പറഞ്ഞു. ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അതിലൊന്നും ഭർത്താവ് ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല.
അത് പ്രവർത്തകന്മാർ അങ്ങ് വെച്ചാൽ അത് പങ്കുവെച്ചതങ്ങ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രവർത്തകന്മാരല്ലേ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ത്യക്കെതിരായ നിലപാട് മയപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമെന്ന് ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ട്രംപിന്റെ നിലപാടിനെ അഭിനന്ദിക്കുന്നുവെന്നും ഇത്തരം നിലപാടുകൾ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഇന്ത്യയും റഷ്യയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത്. അവരിപ്പോൾ ഇരുണ്ടതും ദുരൂഹവുമായ ചൈനീസ് പക്ഷത്ത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നേരത്തെ പോസ്റ്റിട്ടത്. ആ നിലപാടിനാണ് ഇപ്പോൾ മയം വന്നിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ തനിക്ക് വളരെയധികം നിരാശയുണ്ട്. അത് താൻ അവരെ അറിയിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പുതിയ പ്രതികരണം. തനിക്ക് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം മികച്ച നേതാവാണെന്നും ട്രംപ് പറയുന്നു. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ വൻ ലാഭം കൊയ്യുന്നുവെന്ന് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരോ വീണ്ടും ആരോപിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ തീരുവകൾ അമേരിക്കക്കാരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിൽ ട്രംപ് നിരാശനാണെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റും പറഞ്ഞു. റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്ന് കരുതുന്നതായും US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. ഈ മാസം 23 മുതൽ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗം നടക്കുന്നത്. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാവും പങ്കെടുക്കുക. സെപ്റ്റംബർ 26-ന് പ്രധാനമന്ത്രി ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. വിവിധ തലങ്ങളിൽ ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും അധിക തീരുവ വിഷയത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ അകലം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ നിലപാടുകൾ മാറ്റാതെ കൂടുതൽ സഹകരണം വേണ്ട എന്ന നിലയ്ക്കാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ തുടർച്ചയാണ് ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ആയിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. ഈ മാസം 23 മുതൽ 29 വരെയാണ് ജനറൽ അസംബ്ലി നടക്കുന്നത്. ഇതിൽ 26-ാം തീയതി പ്രധാനമന്ത്രി അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി വിട്ടുനിൽക്കാനുള്ള സാധ്യത ഉടലെടുത്തത്. അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. അതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ നിലപാട്. സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ തീരുവ വർധനവ് മറികടക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. റഷ്യ എന്നുള്ളതല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ഇറക്കുമതി സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് എവിടെ നിന്ന് എന്തു വാങ്ങുമെന്ന് തീരുമാനിക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. 2 ആഴ്ച മുമ്പാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ രതീഷിനെ രോഗലക്ഷണങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് രതീഷ് മരണത്തിന് കീഴടങ്ങിയത്. രോഗത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ രതീഷ് ഉൾപ്പെടെ 4 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. നിലവിൽ 11 പേർ രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ കാസർഗോഡ് സ്വദേശിയായ യുവാവിൻ്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് സർക്കാർ. ഇനി പ്രത്യേക അന്വേഷണ സംഘം ആവശ്യമില്ലെന്നും ക്രൈംബ്രാഞ്ചിന്റെ അതത് യൂണിറ്റുകൾ അന്വേഷണം നടത്തിയാൽ മതിയെന്നുമാണ് സർക്കാർ തീരുമാനം. നേരത്തെ അന്വേഷണ സംഘ മേധാവിയായിരുന്ന MJ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു.
അന്വേഷണ സംഘ തലവനായ ക്രൈംബ്രാഞ്ച് SP MJ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിടുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേരളത്തിലുടനീളം 500 കോടി രൂപയിലധികം തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. 1400-ലധികം പരാതികളും ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകരായ ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവർക്കെതിരെയും ഇതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സീഡ് സൊസൈറ്റികൾ കൂടി ഉൾപ്പെട്ട ഏറെ നൂലാമാലകളുള്ള തട്ടിപ്പാണ് പാതിവില തട്ടിപ്പ്. ഒരുപാട് കേസുകൾ സംസ്ഥാനത്തുടനീളം ഉള്ളതുകൊണ്ട് അന്വേഷണത്തിന് ഏകോപനം അനിവാര്യമാണ്. പ്രത്യേക സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാകുമെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാകാതെ ഇടുക്കിയിലെ ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 301 ഉന്നതിക്ക് സമീപം കഴിയുന്ന ആദിവാസികൾക്കാണ് റവന്യൂ വകുപ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിന് NOC നൽകാത്തത്. പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന ഇടുക്കി ചിന്നക്കനാലിലെ കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു. എല്ലാ രേഖകളും ഹാജരാക്കി. പക്ഷേ താലൂക്കിൽ നിന്നും ഇവർക്ക് വീട് വയ്ക്കുന്നതിന് NOC നൽകുന്നില്ല. ഇവർ താമസിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ HNL പ്ലാന്റേഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് NOC ലഭിക്കാൻ തടസ്സം. മുൻപ് HNL കമ്പനിക്ക് നൽകിയിരുന്ന ഭൂമിയുടെ പാട്ടകാലാവധി അവസാനിച്ചതാണ്. ഇതോടെ ഈ ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി. ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ഭൂമി ഇപ്പോഴും HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വാദം. വീടെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് പതിറ്റാണ്ടുകളായി ഇവിടെ കഴിയുകയാണ് ഓമനയും കുടുംബവും. പോകാൻ മറ്റൊരു സ്ഥലമില്ല. ഇതുവരെ സർക്കാരിന്റെ ഒരു സഹായവും ലഭിച്ചിട്ടുമില്ല. ഇപ്പോൾ ലൈഫിൽ വീടുള്ളതാണ്. ഇതുവരെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൈവശരേഖ തരുന്നില്ല. ലൈഫിൻ്റെ വീട് ഉണ്ടെന്നുള്ളത് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലുമൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നമുക്ക് തരാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നക്കനാലിൽ വൻകിട നിർമ്മാണങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല. എന്നാൽ ഓമനയെപ്പോലെയുള്ള നിർധന കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രം ഉദ്യോഗസ്ഥരുടെ പിടിവാശിയിൽ തകരുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ യാത്രാദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് അന്യമാണ്. വർഷങ്ങളായി യാത്രാദുരിതം അനുഭവിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. മഴ പെയ്താൽ പിന്നെ ഇടുക്കി ചിന്നക്കനാൽ 301-ലെ ആദിവാസി കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്കെത്താൻ യാതൊരു മാർഗവുമില്ല. ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് ജീപ്പുകൾ മാത്രം. ഇപ്പോൾ ഇവരും ഓട്ടം നിർത്തി. ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടിയാണ്. 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ ദുരിതയാത്രയ്ക്ക്. എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ സന്ദർശനം നടത്തി മടങ്ങി. എന്നിട്ടും 301-ലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം. MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, കലക്ടർ വരുന്നുണ്ട്, വന്ന് എല്ലാം കാണുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പിലാകുന്നില്ല. അവർ നടപ്പിലാക്കി തരുന്നില്ല. പക്ഷേ ഇത് എത്രയും ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, ആശുപത്രി കേസ് പോകണം. ഈ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ട സിംഗണ്ടം 301 കോളിലേക്ക് കയറുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും നടന്നു വരാൻ മുതലേ പറ്റാത്ത സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടം റോഡിൽ നിന്ന് 301 ഉന്നതിയിലേക്ക് മൺ റോഡ് മാത്രമാണുള്ളത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു. കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശനിയാഴ്ച വെള്ളാപ്പള്ളിയെ വീട്ടിലെത്തിയാണ് ക്ഷണിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ നിലപാടിനൊപ്പമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ സംഗമത്തെ ഭക്തർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തോടെ ശബരിമലയ്ക്ക് ലോകപ്രസക്തി ലഭിക്കുമെന്നും വലിയ വരുമാന സാധ്യതയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം ശരിയല്ല. അയ്യപ്പ സംഗമത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല. അങ്ങനെ പറയുന്നവർ കാടടച്ച് വെടിവെക്കുകയാണ്. വിവാദങ്ങൾ മാറ്റിവെക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ശബരിമലയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ വലിയ പ്രയോജനം ഉണ്ടാകാൻ പോയി.
ഇതിനെ ചെറുതായി കാണരുത്. ഇത് വലിയൊരു മഹാസംഭവമായിട്ട് മാറാൻ പോവുകയാണ്. നമ്മൾ ഈ അയ്യപ്പനെ മാത്രമായിട്ട് ഒതുക്കാതെ നിങ്ങൾ ഇതിൻ്റെ ഒരു വിശാല വീക്ഷണത്തിൽ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ പിണറായി ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കുറ്റം പറയുന്നത്. ബദൽ സംഗമം ശരിയല്ല എന്നും ശബരിമല കേസുകളിൽ പെട്ടുപോയ നിരപരാധികളുടെ കേസുകൾ പിൻവലിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഘപരിവാറിനെയും കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിക്കുമെന്നും ശബരിമലയുടെ വികസന കാര്യത്തിൽ ആരെയും മാറ്റി നിർത്തില്ലെന്നുമുള്ള നിലപാട് ആവർത്തിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളിയെ ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ക്ഷണിച്ച ശേഷമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. എല്ലാ മത സാമുദായിക സാംസ്കാരിക സംഘടനകളും ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി ഇത് മാറണം. ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു വിവാദത്തിലേക്ക് വലിച്ചെടുത്ത് ശബരിമലയുടെ വികസനം നമുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് വിനയപൂർവ്വം പറയുന്നത്. എന്നാൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. 10 കൊല്ലം ഭരിച്ചിട്ട് സർക്കാരിന് ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം തോന്നിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ 10ാമത്തെ കൊല്ലമാണോ വരുന്നത്? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇലക്ഷന്റെ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ? വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും ഇടമൊരുക്കുന്ന സമീപനമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP CPM നെക്സസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, ആലപ്പുഴ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷണം NSS സ്വീകരിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. NSS ആസ്ഥാനത്ത് നേരിട്ടെത്തി ക്ഷണക്കത്ത് നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അറിയിച്ചതെന്നും അതിനാൽ NSSന്റെ പ്രതിനിധിയായിരിക്കും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുക എന്നും PS പ്രശാന്ത് പറഞ്ഞു. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഇന്ന് പവന് 640 രൂപ കൂടി. ഇതോടെ ഗ്രാമിന് വില 10,000-ന് അടുത്തെത്തി. പവന് 79,000 രൂപ കടന്ന് 79,560 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നതും ഡോളറിന്റെ വിനിമയ നിരക്ക് ഉയർന്നതും സ്വർണത്തിന്റെ വിലയെ ബാധിച്ചിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് വനിതാ ഫൈനൽ ഇന്ന് രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്ക അമാൻഡ അനിസിമോവയെ നേരിടും. പുരുഷ ഫൈനൽ നാളെ നടക്കും. നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറും കാർലോസ് അൽക്കാരസും തമ്മിലാണ് പോരാട്ടം. കാനഡയുടെ ഫെലിക്സ് ഓഷ്യോ എലിയാസിനെ തോൽപ്പിച്ചാണ് സിന്നറിന്റെ ഫൈനൽ പ്രവേശനം. ആവേശപ്പോരിൽ നൊവാക് ജോക്കോവിച്ചിനെ വീഴ്ത്തിയാണ് കാർലോസ് അൽക്കാരസിന്റെ മുന്നേറ്റം. KCL 2ാം സീസണിന്റെ ഫൈനൽ നാളെ നടക്കും. ഏരീസ് കൊല്ലം സെയിലേഴ്സും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലാണ് ഫൈനൽ മത്സരം. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം ഫൈനലിലേക്ക് മുന്നേറിയത്. 2ാം സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തി കൊച്ചി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. നാളെ വൈകിട്ട് 6:45-ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. ഹിമാചൽ പ്രദേശിലെ ഷിംല, കിനൌർ മേഖലകളിൽ മണ്ണിടിച്ചിൽ. അഖാര ബസാറിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. കശ്മീർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതിയും രൂക്ഷമാണ്. 500-ലധികം ആളുകൾക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. സാഹചര്യം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മഴക്കെടുതിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ മാത്രമായി 500-ലധികം ജീവനുകളാണ് പൊലിഞ്ഞത്. ഹിമാചൽ പ്രദേശിൽ മാത്രം 355 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 45 പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. 3787 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 79 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉത്തരാഖണ്ഡിൽ 90ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 5700 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ഉത്തരാഖണ്ഡ് സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 43 ജീവനുകൾ നഷ്ടമായ പഞ്ചാബിൽ 1900 ഗ്രാമങ്ങളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 1,71,000 ഹെക്ടർ കൃഷിഭൂമി നശിച്ചുവെന്നാണ് സർക്കാർ കണക്ക്. പഞ്ചാബ് സന്ദർശിച്ച കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘം കൂടി നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക.
കശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ റോഡ് ഗതാഗതം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഡൽഹി, ഫരീദാബാദ് തുടങ്ങിയ മേഖലകളിൽ ജാഗ്രത തുടരുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആഗോള മാർത്താമറിയം തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി നടന്ന റാസ ഭക്തിസാന്ദ്രമായി. ഉച്ചനമസ്കാരത്തെ തുടർന്ന് 12 മണിയോടെയാണ് റാസ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചത്. മുത്തുക്കുടകളും വെള്ളി കുരിശുകളും ഏന്തി 10,000 അണിനിരുന്ന റാസയിൽ വാദ്യമേളങ്ങളും അകമ്പടിയായി. കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് കണിയാങ്കുന്ന് കുരിശുപള്ളി വഴി മണർക്കാട് കവല ചുറ്റി കാരാട്ടെപ്പള്ളിയിലെത്തിയ ശേഷമാണ് റാസ കത്തീഡ്രലിൽ തിരിച്ചെത്തിയത്. മണർക്കാട് പള്ളിയുടെ റോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദേവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി തുറക്കുന്ന പ്രസിദ്ധമായ നട തുറക്കൽ നാളെ നടക്കും. രാവിലെ 11:30 ബെസേലിയസ് ജോസഫ് കാതോലിക്ക ബാവ നട തുറക്കൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. 8-ാം തീയതി നോമ്പാചരണത്തിന് സമാപനമാകും. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും പുറത്ത്. തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പിനെയും മകനെയും പീച്ചി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 2023 മെയ് 24-നാണ് പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലുള്ള മർദ്ദനം. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ചാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതും അപമാനിച്ചതും. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. വിവരാവകാശ പ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കുറ്റക്കാർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടായില്ല. ഓണക്കാലത്ത് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിൽ സർവ്വകാല റെക്കോർഡുമായി മിൽമ. ഉത്രാടം ദിനത്തിൽ മാത്രം 38.03 ലക്ഷം ലിറ്റർ പാലും 3.97 ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% വളർച്ചയാണ് ഇക്കുറി ഉണ്ടായത്. ഓണത്തിന് മുൻപുള്ള 6 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി 1,58,751 ലിറ്റർ പാലും 14,58,278 ലക്ഷം കിലോ തൈരുമാണ് വിറ്റഴിച്ചത്. മുൻവർഷം 1,16,77,314 ലിറ്റർ പാലും 13,76,860 കിലോ തൈരുമായിരുന്നു വിൽപ്പന. ഉത്രാടം ദിനത്തിൽ 38 ലക്ഷം ലിറ്റർ പാൽ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഉത്രാടം ദിനത്തിൽ പാലിന്റെ മൊത്തം വിൽപ്പന 37 ലക്ഷം ലിറ്ററും തൈരിന്റെ വിൽപ്പന 3.91 ലക്ഷം കിലോയുമായിരുന്നു. ശരാശരി 5% വളർച്ചയാണ് ഇക്കുറി ഉണ്ടായത്. ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള കണക്ക് പ്രകാരം നെയ്യുടെ വിൽപ്പന 863.92 ടൺ രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 663.74 ടൺ ആയിരുന്നു വിൽപ്പന. ഓണക്കാലത്ത് സപ്ലൈകോയുടെ 6 ലക്ഷം കിറ്റുകളിൽ 50 മില്ലി ലിറ്റർ നെയ്യ് വിതരണം ചെയ്തതായും മിൽമയുടെ റെഡി ടു ഡ്രിങ്ക് അടക്കമുള്ള പായസ കിറ്റുകൾ മികച്ച വിൽപ്പന രേഖപ്പെടുത്തിയതായും മിൽമ ചെയർമാൻ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. PhD, PG, ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസുകളിലാണ് വൻതോതിൽ വർദ്ധിപ്പിച്ചത്. കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാനാണ് ഫീസ് വർധന എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. PhD വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 18,780 എന്നത് 49,990 ആയാണ് ഉയർത്തിയിരിക്കുന്നത്. PG വിദ്യാർത്ഥികളുടേത് 17,845 എന്നത് 49,500 ആയും ഉയർത്തി. ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസ് നിലവിൽ 12,000 രൂപയാണ്. ഇത് 48,000 രൂപ ആയാണ് ഉയർത്താൻ പോകുന്നത്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. ഈ ഉറപ്പ് പാലിക്കാതെയാണ് ഓണാവധിക്ക് തൊട്ടുമുൻപ് ഫീസ് കുത്തനെ ഉയർത്തിയത്. ഇരട്ടിയിലേറെ ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് താങ്ങാൻ പറ്റില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 3-ാം തീയതിയാണ് ഫീസ് വർധന സംബന്ധിച്ച ഉത്തരവ് പുറത്തുവന്നത്. അമൃത ന്യൂസ്, തൃശൂർ. കാസർഗോഡ് ഇടയിലക്കാട്ട് കാവിൽ ഒരുക്കിയ വാനര സദ്യ കാണാൻ ആയിരങ്ങൾ. പഴങ്ങളും പച്ചക്കറികളുമായി നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് കാവിലെ കുരങ്ങുകൾക്ക് സദ്യ വിളമ്പിയത്. ചക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, പൈനാപ്പിൾ, നെല്ലിക്ക, സപ്പോട്ട, പപ്പായ, കക്കിരി തുടങ്ങിയ 18 ഇനങ്ങളും ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് ഇത്തവണ വാനരർക്കായി വിളമ്പിയത്. നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടികൾ ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് കാവരികിലെത്തുമ്പോഴേക്കും വാനരപ്പട
തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തിയിരുന്നു. ഇടയിലക്കാട്ട് കാവിന് സമീപം ഇലവെച്ച് വിഭവങ്ങൾ വിളമ്പിയതോടെ പിന്നീടുള്ള നിമിഷങ്ങൾ വാനരസദ്യയുടെ കൗതുക കാഴ്ചകൾക്ക് വഴിമാറി. ചക്കയും ക്യാരറ്റും ഏറെ ഇഷ്ടത്തോടെ അകത്താക്കി. ഇത് തുടർച്ചയായി 18ാം തവണയാണ് അവിട്ടന്നാളിൽ വാനരസദ്യ ഒരുക്കുന്നത്. ഇങ്ങനെയൊരു സദ്യ ഞങ്ങൾ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇവിടുന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട്. അവർ കടന്നു വരുന്ന സമയത്ത് ഈ കുരങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകാറുണ്ട്, പ്രത്യേകിച്ച് ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനങ്ങൾ. ഇതിന്റെ പ്രത്യുൽപാദന ശേഷി വലിയ നിലയിൽ കുറഞ്ഞു വരികയും ഇവിടുത്തെ കുരങ്ങിന്റെ എണ്ണം 5 ഒരു കാലഘട്ടത്തിൽ വരികയുണ്ടായി. അതുകൊണ്ട് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കാവ് കാണാൻ എത്തുന്ന സഞ്ചാരികൾ നൽകുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നവോദയ ഗ്രന്ഥാലയ നേതൃത്വത്തിൽ സദ്യ ഒരുക്കാൻ തുടങ്ങിയത്. നിലവിൽ 30ഓളം കുരങ്ങുകളാണ് വലിയപറമ്പ് ഇടയിലക്കാട്ടെ കാവിലുള്ളത്. അമൃത ന്യൂസ്, കാസർഗോഡ്.